അന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ തെറ്റ് പോലെ, അവർ നമ്മളോട് എന്തോ മഹാപാപം ചെയ്ത പോലെയാണ് കേട്ടോ. നമ്മളത് വീട്ടിൽ പറയും, എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കും, വഴക്കാകും. പക്ഷെ മനസ്സങ്ങ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ തുഴയാൻ വല്ലാത്തൊരു പാടാണ്. നമ്മളോട് ആരിഷ്ടം പറഞ്ഞാലും അതൊന്നും നമ്മൾ മെയിൻ്റാക്കാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവസാനിപ്പിച്ചാലോ എന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കാക്കക്കുളിയൊക്കെ കുളിച്ചു. അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. 2 തരമായിട്ട് തിരിക്കും, ഒന്ന് ഭാഗ്യവാൻ, ഒന്ന് ഭാഗ്യദോഷി. അങ്ങനെ നമ്മളെ ഫാമിലി സ്റ്റാറ്റസ്, സമൂഹത്തിൻ്റെ മുമ്പിലുള്ള നമ്മളെ നിലയും വിലയും അല്ലേ, നമ്മൾ മക്കളോട് കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാനും ഒരുപാട് സംസാരിക്കാനൊക്കെ പറ്റും. ഹലോ ഹായ് ഡിയേഴ്സ്, അപ്പം ഒരു ഡൈൻ മൈ ലൈഫാണേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉണരുക, കിച്ചണിലേക്ക് ഓടാൻ, നിച്ചുവിൻ്റെ സ്കൂൾ ബസ് പോകുമോ എന്നുള്ള പേടിയായിരിക്കും കേട്ടോ. അന്ന് അങ്ങനെയല്ല, അന്ന് ലീവായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ അറിയാലോ നാളെ ലീവാണ്, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് എണീറ്റാൽ മതി, ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ടെന്നുള്ളൊരു ബോധത്തോടു കൂടിയായിരിക്കുമല്ലോ ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം അതൊരു പ്രതീക്ഷയാണല്ലേ, എല്ലാം മറന്നൊരു ഉറക്കം. ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി. അങ്ങനെ ധൃതിയൊന്നും ഇല്ലാത്ത കാര്യത്തിന് കുറച്ച് സമയം ഇങ്ങനെ ഫോണും ഇരുന്ന് കളിക്കാമെന്ന് വെച്ചു. അങ്ങനെ ആ ഫോണുമ്പോൾ കളിക്കുമ്പോൾ നമ്മളെ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ കാണുക കേട്ടോ. അതിൽ നിച്ചുമോൻ ഒരു 4-5 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ നല്ലൊരു ഉണ്ട കുട്ടിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഷംനാസിന് കാണിച്ചു കൊടുക്കുക, കണ്ടോ നിച്ചുവിനെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടോ, തടി കുറച്ചതും കൂടിയാണേ. അങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരുന്ന സമയം പോണതേ അറിയില്ല കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഷംനാസ് തോന്നിട്ട്, നിങ്ങൾ ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ലേ എന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ ഇനി നമ്മൾ വരാൻ രാത്രിയാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വന്നാൽ പെട്ടെന്ന് കിടക്കാമല്ലോ. കാരണം വീടും കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം, നല്ല ഒതുക്കി പെറുക്കി നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഇനിയിപ്പോൾ ഫുഡൊന്നും തൽക്കാലം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പുറത്തുനിന്നേലും കഴിക്കാമല്ലോ എന്നുള്ള ഭാവമാണ് കേട്ടോ. എപ്പോഴും എന്നും അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുഡ് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വീട് എപ്പോഴും നല്ല ക്ലീനായി നല്ല വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ വീടായത് കാരണം അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളൊരു കുഞ്ഞു വീട്ടിൽ താമസിക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല ഒതുക്കി പെറുക്കി വെക്കുന്ന ഒരു ശീലം അന്ന് മുതലേ ഉണ്ട് കേട്ടോ. ആ ഒരു ശീലം എനിക്കുള്ള കാരണം തന്നെ എൻ്റെ മക്കൾക്കും ആ ഒരു ശീലം ഉണ്ട് കേട്ടോ. എന്നാൽ എല്ലാം ക്ലിയർ ചെയ്തു എന്നൊന്നും ഞാൻ പറയണില്ല, വീട് നല്ല വൃത്തിയായിട്ടിരിക്കും എപ്പോഴും. വീഡിയോയിലായാലും നമ്മളോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അങ്ങനെ നീറ്റായിട്ട് വെക്കണേ ചോദിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ എപ്പോഴും ശ്രമിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. കാരണം പിന്നെ കൂടുതലായിട്ട് നമ്മൾ വലിച്ചു വാരി ഇടാതിരിക്കുക, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്ത് പഴയ സാധനങ്ങൾ നമ്മൾ കളയാണ്ട് എടുത്ത് വെക്കും അല്ലേ, ആ ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തേക്കുക, ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ കളയാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാവേ. അപ്പോൾ പെട്ടെന്നൊരു കാക്കക്കുളിയൊക്കെ കുളിച്ചു. അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സാണ്. ഷോളിന് ഇതുപോലെ അങ്ങനെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് കേട്ടോ. അത് ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് ഒരുപാടുണ്ട്, എന്നാലും ഞാൻ ബ്ലാക്ക് കണ്ടാൽ വീണ്ടും അതിലേക്ക് തന്നെ ചടി കയറി പിടിക്കും കേട്ടോ. അങ്ങനെ പിടിച്ചതാണ് ഈ ഒരു ഡ്രസ്സും. അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി അതിലോട്ട് മാച്ച് ചെയ്യുന്ന ഒരു ബാഗ് കൂടി ആയാലോ. നല്ല ബ്ലാക്കിൽ നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടൊരു ബാഗാണ് കേട്ടോ, നല്ല ചെയിനൊക്കെ ഉള്ളൊരു ബാഗാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല കേട്ടോ. ഞാൻ എൻ്റെ ബാഗുകളെ 2 തരമായിട്ട് തിരിക്കും, ഒന്ന് ഭാഗ്യവാൻ, ഒന്ന് ഭാഗ്യദോഷി. അങ്ങനെ ഭാഗ്യദോഷിയായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് എനിക്ക് ഭാഗ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സ്ഥിര യൂസിനൊന്നും യൂസ് ആക്കാറില്ല. ഇന്നിപ്പോൾ നമുക്ക് വരുമാനമൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്, അങ്ങനെ കല്യാണങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ല ടൂർ പോകുമ്പോഴൊക്കെയാണ് കേട്ടോ ഈ ഒരു ബാഗ് യൂസ് ചെയ്യല്. എനിക്കൊരുപാട് ബാഗുകളുണ്ട്, പക്ഷേ ബാഗുകളിലൊന്നും എനിക്കൊരു ആത്മവിശ്വാസം പലതിലുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കാര്യമായിട്ടൊരു ബാഗ് മാത്രമാണ് യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ബാഗിന് പൊതുവേ എൻ്റെ വീട്ടുകാർ, എൻ്റെ മക്കൾ പറയുക എന്താ വെച്ചാൽ ബാഗ് എന്നല്ല കേട്ടോ, ബാങ്ക് എന്നാണ് കേട്ടോ പറയുക. നമ്മളെ പേഴ്സ്, ബാഗ് അതിലൊക്കെ ചിലതിലൊക്കെ ക്യാഷ് ഇരിക്കും, ചിലതിലൊക്കെ ക്യാഷ് ഇരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല വിശ്വാസമുണ്ടോ? എനിക്ക് അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീടൊക്കെ പൂട്ടി നമ്മളിതാ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം നിങ്ങളെൻ്റെ വീഡിയോയിൽ ഒരുപാട് മടുത്ത സ്ഥലം, എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്ത മതി വരാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. നമ്മൾ എന്തായാലും ജോലി ആയാലും ബിസിനസ് ആയാലും നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യാത്ര നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ കുറച്ച് നമ്മളെ ഒന്ന് ഫ്രീ ആക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കമ്മലുണ്ടോ, നല്ല വലിയ കമ്മലാണ്, നല്ല ഭംഗി കേട്ടോ കാണാനും. ഇതിക്കിൻ്റെ മോള് വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ. അവളിങ്ങനെ ഫാൻസി ഒന്നും യൂസ് ചെയ്യില്ല, പക്ഷെ എവിടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കണ്ടാൽ അവളിങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഈ വീണ്ടും അതെന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് പോകാം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ലൈഫൊന്നും എല്ലാവർക്കും കിട്ടില്ല. പക്ഷെ മനസ്സങ്ങ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ തുഴയാൻ വല്ലാത്തൊരു പാടാണ്.
തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ കുട്ടി എന്തായാലും നമ്മളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങളും നമ്മളെ കുട്ടിയുടെ ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതേ ഉള്ളൂ. പക്ഷേ മനസ്സിലാക്കാൻ പോയിട്ട് ഈ കുട്ടി വന്ന് പറഞ്ഞാൽ പോലും നമ്മളെന്താ പറയുക, പിടിച്ചു നിൽക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും അങ്ങനെ തന്നെ, നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചതിനേക്കാളും കഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മൾ കാണിച്ചങ്ങ് മോട്ടിവേഷൻ ആക്കും. ഈ കുട്ടിക്ക് അവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തത്? നമ്മളെ ഫാമിലി സ്റ്റാറ്റസ്, സമൂഹത്തിൻ്റെ മുമ്പിലുള്ള നമ്മളെ നിലയും വിലയും എന്നൊക്കെ പറയും. ആ കുട്ടിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ മക്കളെ തിരിച്ചു വിളിക്കാത്തത്? നമ്മളെ ഫാമിലി സ്റ്റാറ്റസ്, സമൂഹത്തിൻ്റെ മുമ്പിലുള്ള നമ്മളെ നിലയും വിലയും അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിച്ചേക്കണ എന്തിനാ? സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ? അല്ലാണ്ട് നമ്മളവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പാകമില്ലാഞ്ഞിട്ടോ നമ്മളെ വീട്ടിൽ കിടക്കാൻ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ആ സുഖവും സന്തോഷമൊന്നും അവർക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വിളിച്ചൂടെ? വിറ്റാൽ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിറ്റ സാധനങ്ങളൊന്നും അല്ലല്ലോ നമ്മളെ മക്കൾ. ജീവിതം അവസാനിപ്പിച്ചവരാരും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരായിരിക്കില്ല. ജീവിക്കാൻ ഒരു കടലോളം ആഗ്രഹം ഉണ്ടായിട്ടും അവർ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സഹിക്കും, ക്ഷമിക്കും, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രതീക്ഷിക്കാതെ നമ്മൾ ലൈഫിലേക്ക് വരുന്ന ആൾ ചിലപ്പോൾ നമുക്കൊരു തീരാ ശാപമായിരിക്കും, ചിലപ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും. എന്നാൽ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത്. അഭിപ്രായം നമ്മളെ ലൈഫിൽ ആർക്കും വേണമെങ്കിലും പറയാം, പക്ഷെ തീരുമാനം എപ്പോഴും നമ്മുടേത് മാത്രമായിരിക്കും. നമ്മളെ ലൈഫിലെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കണം. അഭിപ്രായങ്ങൾ പറഞ്ഞവരോ നിർബന്ധിച്ചവരോ ഒന്നും നമ്മളെ ലൈഫിൽ നമ്മളെ കൂടെ കാണില്ല എന്ന് ഓർത്താൽ മതി. അങ്ങനെ നമ്മൾ വഴിക്കടവെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാവാം യാത്ര. കാരണം ഇനി അങ്ങോട്ട് പോയാൽ ജന്മനാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ആ ഫുഡ് അങ്ങോട്ട് വല്ലാണ്ട് ഇറങ്ങില്ല. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡാണല്ലോ കഴിക്കണേ. അങ്ങനെ അവരൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാധാ ചോറും ഉപ്പേരിയും അച്ചാറും സാമ്പാറും ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടോ. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബിരിയാണി കഴിച്ചാൽ മതിയെന്ന്. ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, വെറും ചോറ് അത്ര പോരാ. അപ്പോൾ ഷംനാസ് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ആ ചോറങ്ങ് മാറ്റി വെച്ചൊരു ബിരിയാണി വാങ്ങി കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ബിരിയാണി ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു ബിരിയാണി ഇങ്ങനെ കണ്ടപ്പോൾ ചിലതൊക്കെ അന്ന് സ്മെല്ലടിക്കുമ്പോൾ ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ വാങ്ങിച്ച ചോറ് വെറുതെ വേസ്റ്റ് ആക്കണ്ടേ, അപ്പോൾ അത് വേണ്ട, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഈ ഒരു ബിരിയാണി കൊണ്ട് തീരുന്നില്ല, നമ്മളിങ്ങനെ യാത്ര ചെയ്യണേ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പലപ്പോഴും നമ്മൾ കാണിക്കാത്തത്, എനിക്ക് ഇറങ്ങി കഴിക്കാൻ ഇഷ്ടമല്ല. വണ്ടിയിൽ വാങ്ങി കഴിക്കുമ്പോൾ അത് നിങ്ങൾ കാണിക്കുമ്പോൾ ഒരു എന്തോ ഒരു അരോചികമായിട്ട് തോന്നിയിട്ടാട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ നല്ല ഫുഡൊക്കെ വാങ്ങി കഴിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് റിലാക്സ് ആവും. ഇത്രയൊക്കെയാണ് ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ. അല്ലാണ്ട് നമ്മൾ ഇറങ്ങിക്കാണുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇറങ്ങിക്കാണുന്ന പൊതുവേ ഇഷ്ടമില്ല. പിന്നെ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ മക്കളോട് കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാനും ഒരുപാട് സംസാരിക്കാനും ഒക്കെ പറ്റും. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ ആഗ്രഹങ്ങളും അവരെ ഇഷ്ടങ്ങളും അവരെത്രത്തോളം എന്തൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതും അവരെ നമുക്കൊന്ന് വിലയിരുത്താനും പറ്റിയൊരു സന്ദർഭം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ മക്കളെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. കാരണം നമ്മളെ ജോലി ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഡൈനിങ് ടേബിൾ ഒന്നിക്കുന്നത്. ആ ഒന്നിക്കൽ തന്നെ എല്ലാവരുടെ കയ്യിലും ഫോണായിരിക്കും. കാരണം ഈ ഫോണിൻ്റെ സൗണ്ട് ഇട്ടില്ലെങ്കിൽ ആർക്കും ഫുഡ് ഇറങ്ങാത്ത പോലെ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്, അവരെ കുറേ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ നമുക്കൊന്ന് യാത്ര പോയാലോ എന്ന് പറയും കേട്ടോ. അത് ഈ രാത്രിയായാലും കുഴപ്പമില്ല, നമ്മളെവിടെ ഇറങ്ങാനൊന്നുമല്ലോ. ആ പോയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനും കൂടി നമ്മൾ ഈ ഒരു യാത്ര എപ്പോഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു യാത്രയിൽ നമ്മൾ ആരും ഫോൺ എടുക്കില്ല കേട്ടോ. കാരണം അത്യാവശ്യപ്പെട്ടൊരു കോൾ വന്നാൽ അത് മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം ഈ ഒരു യാത്ര നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര മസനഗുഡി വഴി ഊട്ടിയാണ് കേട്ടോ. മസനഗുഡി ഊട്ടി വല്ലാത്തൊരു വൈബാണെന്ന് വെറുതെ പറയല്ല, വല്ലാത്തൊരു വൈബാണ് കേട്ടോ. അപ്പോൾ കുറേ മൃഗങ്ങളെ കണ്ട് ഈ പ്രാവശ്യം നമ്മൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം പോകുമ്പോഴും രാവിലെ പോകുമ്പോഴും കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റാറുണ്ട് കേട്ടോ. ഇവിടെ മൃഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. അപ്പോൾ അതന്നെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ നാട്ടുമൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും കാണുന്നുണ്ട് കേട്ടോ. പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തൊന്നും കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പഴയ എന്നെ തന്നെ അവരിലൊക്കെ കാണണം കേട്ടോ. നമ്മളൊരു നിമിഷത്തെ തീരുമാനമാണ് നമ്മളെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോണ കാരണം കേട്ടാൽ നിങ്ങൾ തന്നെ ഒരു പക്ഷേ എന്നെ കളിയാക്കൂട്ടോ. ഇന്നത്തെ പോലെ ഒരാളോട് ഇഷ്ടമുണ്ടെന്നെങ്കിൽ ഫോണോ അതിലേക്ക് കാണാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇഷ്ടം അന്നോ ഇന്നൊക്കെ ഒരുപോലെ തന്നെ ആണല്ലോ, ഇഷ്ടത്തിന് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ
നമുക്കത് വലിയ തെറ്റ് ചെയ്ത പോലെ, അവർ നമ്മളോട് എന്തോ മഹാപാപം ചെയ്ത പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വീട്ടിൽ പറയും, എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കും, വഴക്കാക്കും, മടിയാകും. അപ്പോൾ നമ്മളതിൽ എന്തോ വല്ലാത്തൊരു സംതൃപ്തിയാണ് കേട്ടോ അനുഭവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്നത്തെ ചിന്താഗതികളും അങ്ങനെയല്ല. അന്ന് ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് ഉമ്മയുണ്ട്, വാപ്പുണ്ട്, പിന്നെ കുറേ ബ്രദർ ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ നമുക്കായിട്ട് കരുതി വെക്കുന്നത് വളരെ സ്പെഷ്യലായിരിക്കും. അപ്പോൾ അവരെ സ്പെഷ്യലിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് നമ്മളോട് ആരിഷ്ടം പറഞ്ഞാലും അതൊന്നും നമ്മൾ മെയിൻ്റാക്കാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാടിറങ്ങിയപ്പോൾ നല്ല തണുത്ത് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലൊരു ചൂട് ചായ കിട്ടെ, ഈ തണുപ്പൊന്ന് മാറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഷീന് പോയിട്ട് എല്ലാവർക്കും നല്ല ചൂട് ചായ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചൂട് ചായയും സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് വഴിയിൽ ഇങ്ങനെ കുറിക്കാൻ അല്ലറ ചില്ലറ ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കണോ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കണം നമ്മളാണ്. നിങ്ങൾക്കറിയോ, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വിവരങ്ങളൊക്കെ നമ്മളെ വീട്ടിലിങ്ങനെ പറയുമല്ലോ. അപ്പോൾ ആ ഇടക്കാണ് കേട്ടോ എൻ്റെ ഒരു അകന്ന ബന്ധത്തിലൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അന്ന് നമ്മളെ വീട്ടിലങ്ങനെ ലാൻഡ് ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇത് കേട്ടപ്പോൾ എൻ്റെ ഉമ്മ അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്. ആ ലാൻഡ് ഫോണിക്ക് വിളിച്ചിട്ട് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നീ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കൊരു പേടി. പല രക്ഷിതാക്കൾക്കും മക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയും ബേജാറും ഒക്കെ ഉണ്ട്. എന്നിട്ടും ആ നഷ്ടപ്പെടുന്നവരെ അവർ വെയിറ്റ് ചെയ്യണം. നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഇവരിതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന പലരും. ഞാനാരെയും കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, കാരണം അവരൊക്കെ പരിമിതികൾ അന്ന് അങ്ങനെ ആയിരിക്കാം. ആ പരിമിതിയിൽ നിന്നുകൊണ്ടായിരിക്കാം അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നും അതിനൊരു മാറ്റവും ഇല്ലല്ലോ. ഞാനെപ്പോഴും ചിന്തിക്കും കേട്ടോ, അന്ന് ഞാൻ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നോ? ഈ സുന്ദരമായ ലോകത്ത് എനിക്ക് എൻ്റെ മക്കളെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമായിരുന്നോ? എന്നെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. വേണ്ടത്ര വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജനങ്ങളോട് ഇടപഴകി സംസാരിച്ച് പരിചയം ഉണ്ടായിരിക്കും. ഇതൊന്നും എനിക്കില്ലാത്തൊരു ഗുണമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഊട്ടി റൂട്ട് വന്നാൽ ഞാൻ ഒരിക്കലും മിസ്സാക്കാത്തൊരു വസ്തുവാണ് കേട്ടോ. നമ്മളെ ചോളവും പുഴുങ്ങിയത്, സ്വീറ്റ്സും കിട്ടും, നല്ല എരിവുള്ളതും കിട്ടും കേട്ടോ. പിന്നെ ഇതാ കുറേ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ, നല്ല മസാലയൊക്കെ പുരട്ടി, നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ കുറച്ച് ഏലക്ക വാങ്ങിച്ചാലോ എന്ന് വെച്ച് ഇവിടെ കയറി കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിനേക്കാളും റേറ്റ് കിട്ടും. അപ്പോൾ പിന്നെ നിച്ചുമോ പറഞ്ഞു, എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഏലക്കായൊക്കെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് തേങ്ങാ മിഠായി, കുറച്ച് ശർക്കര മിഠായി, ഇതൊക്കെ വാങ്ങിച്ചിട്ടോ. ഇതൊക്കെ ഈ റൂട്ട് വരുമ്പോൾ മാത്രമല്ല, ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും കേട്ടോ. അങ്ങനെ രാത്രിയായി, നമ്മളിതാ തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ ജീവിതം അടുത്ത ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ആദ്യം നമ്മളെ അങ്ങ് സ്നേഹിക്കുക. കാരണം ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. മനസ്സങ്ങ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ തുഴയാൻ വല്ലാത്ത പാടാണ്. എത്ര തുഴഞ്ഞാലും പിന്നെ കരക്കടുക്കില്ല. അതുകൊണ്ട് ആദ്യം നമ്മളെ അങ്ങ് സ്നേഹിക്കുക. പിന്നെ മാതാപിതാക്കൾ മക്കൾക്ക് അവിടെ തുടരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിറ്റ സാധനങ്ങൾ മടക്കിയെടുക്കില്ല എന്നുള്ള മനോഭാവം മാറ്റിയിട്ട് ചേർത്ത് പിടിക്കണം. സ്വപ്നങ്ങൾ കാണാനും ജീവിക്കാനും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നാം മടങ്ങി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.